പരസ്യമായി പറയാൻ അവർക്ക് ധൈര്യം വന്നില്ല. കാലങ്ങൾ കഴിഞ്ഞുപോയി. ആ പിതാവിനെ അല്ലാഹു തആല തിരിച്ചു വിളിച്ചു. ഇതോടെ മക്കളുടെ മനോഭാവത്തിൽ സന്തോഷം സ്വീകരിച്ചു. ഇല്ല, ഇനി നമ്മുടെ വേലകളിൽ നിന്ന് ഒരു ചെറുതൈ പോലും ഒരുത്തരെയും കൈപ്പിടിയിലാക്കാൻ സമ്മതിക്കില്ല. ഒന്നാമനും മൂന്നാമനും അട്ടഹസിച്ചു. ഇക്കാലത്തുമുണ്ടല്ലോ പാവങ്ങളുടെ ഹലാക്ക് ഹക്കോടെ ഹലാലാകുന്ന ചില വിശുക്കന്മാർ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് റബ്ബിന്റെ അടിക്കടി പരീക്ഷണം വരാനുള്ള കാരണമെന്ന് ഓർമ്മയിലിരിക്കട്ടെ. ഞാൻ കഥയിലൂടെ തന്നെ തിരിച്ചു വരാം. അല്പം കൂടി ഈമാൻ ഉണ്ടായിരുന്ന രണ്ടാമൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഉപ്പയുടെ ഭാരതത്തിന്റെ പിന്തുടരും. ഇല്ലേ, റബ്ബിന്റെ പരീക്ഷണം വന്നേക്കാം. ഓ ആവട്ടെ, നിന്റെ ഓയിൽ നിന്ന് എന്ത് വേണമെങ്കിലും നീ ചെയ്തോ. ഞങ്ങളുടെ ഓയിൽ നിന്ന് ഒരു ചെറുതായി പോലും ഒരുത്തനെയും കൈപിടിയിലാക്കാൻ സമ്മതിക്കില്ല, അവർ രണ്ടുപേരും പറഞ്ഞു. അവർക്കിടയിൽ സമ്മർദ്ദപ്പെട്ട് രണ്ടാമനും നിലപാട് മാറ്റി. കൊയ്ത്തെടുപ്പ് സമയം അടുത്തു. നാളെയാണ് ആ ദിവസം. ഉപ്പയുണ്ടേൽ ഇന്ന് നാടാകെ പെരുമ്പറ മുഴക്കും. അവർ പെരുമ്പറ പോയിട്ട് ചുണ്ടനക്കിയത് പോലുമില്ല. കാരണം ആരും അറിയരുതല്ലോ. നാളെ ലഭ്യമാകുന്ന വിളവർദ്ധനവും ലാഭവും സ്വപ്നം കണ്ട് അവർ സന്തോഷത്തോടെ ഉറങ്ങി. പിറ്റേന്ന് പ്രഭാതം പൊട്ടി വിടർന്നു. മനസ്സിൽ 1000 സന്തോഷപൂർത്തികൾ കത്തിച്ചുകൊണ്ട് മൂവരും തോട്ടത്തെ ലക്ഷ്യമാക്കി കുതിച്ചു. അടുത്തെത്തിയപ്പോൾ അവർ അമ്പരന്ന് പോയി. തോട്ടത്തിൽ നെൽക്കതിർ പോയിട്ട് ഒരു കച്ചി തുരുമ്പ് പോലും ഇല്ലായിരുന്നു. എല്ലാം കത്തി നശിച്ചിരിക്കുന്നു. നമുക്ക് വഴി മാറി, ഇത് നമ്മുടെ തോട്ടമല്ല, അവർ പരസ്പരം പറഞ്ഞു. ഒന്നുകൂടി വന്ന വഴി ശ്രദ്ധിച്ചു വീക്ഷിച്ചു. ഇല്ല, മാറിയിട്ടില്ല, പോയി, എല്ലാം പോയി. ഇത് പാവങ്ങളുടെ ആക്കി പിടിച്ചു വെച്ചതിന് പടച്ച റബ്ബ് തന്ന പരീക്ഷണം തന്നെ. അവർ മനമുരുകി പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ചു. ഉപ്പയുടെ പാതയിൽ ജീവിച്ചു മുന്നേറുമെന്ന് അവർ ആത്മകഥം ചെയ്തു. റബ്ബ് തോപ് സ്വീകരിച്ചു. 100 ആളെ കൊന്നതിന് പുറത്തു കൊടുത്ത, കബറ് മാന്തി കഫംപുട വിറ്റ് ജീവിച്ചതിന് പുറത്തു കൊടുത്ത റബ്ബ് ഇതെങ്ങനെ പൊറുക്കാതിരിക്കാനാ? അവൻ അഫ്വാറാണല്ലോ. മാത്രവുമല്ല, ബറക്കത്ത് ഇരട്ടിച്ച് നൽകുകയും ചെയ്തു. പിന്നീടുള്ള വർഷക്കാലങ്ങളിൽ വിളകളുടെ വസന്തോത്സവമായിരുന്നു. അങ്ങനെ ആ നല്ല പിതാവിന്റെ നല്ല പിൻഗാമികളായ മക്കളായി അവർ ശിഷ്ടജീവിതം നയിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ ഉടനീളം ഗുണപാഠങ്ങളുണ്ട്. പ്രധാനമായും ഒന്ന്, നാം ചെയ്തു കൂട്ടുന്ന ദുശ്ചേതികൾ തന്നെ റബ്ബിന്റെ പരീക്ഷണങ്ങൾക്ക് നിദാനം. കൊറോണയും പ്രളയവും മേൽക്കഥയിലെ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമാണല്ലോ. അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നാം ഗുണം ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവൻ നമ്മെ പല രൂപത്തിലും പരീക്ഷിച്ചേക്കാം. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നാൽ പശ്ചാത്താപിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ റബ്ബ് ബറക്കത്ത് ഇരട്ടിച്ചു തരുമെന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ ഗുണപാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ലോക ജീവിതം നയിക്കാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു.